തീരദേശ റെയിൽപാതയിൽ അതിനിടയിൽ മാരാരിക്കുളത്ത് മരം വീണു എന്നൊരു വാർത്തയുണ്ട്. 8 മണിയോട് കൂടിയാണ് അപകടമുണ്ടായത്. കണ്ണൂരിലേക്കുള്ള ജനശതാബ്ദി ഉൾപ്പെടെയുള്ള ട്രെയിനുകൾ വൈകി ഓടുകയാണ്. രഘുനാഥ് നാരായണനാണ് വിവരങ്ങളുമായി. രഘു, റെയിൽപാതയിൽ മാരാരിക്കുളത്ത് മരം വീഴുന്നതിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിലൂടെ കാണുന്നുണ്ട്. ഇത് അവിടെ നിന്ന് അപ്പോൾ തന്നെ നീക്കം ചെയ്തോ? ഇപ്പോൾ ട്രെയിനുകൾ വൈകുന്നതുൾപ്പെടെയുള്ള മറ്റു വിവരങ്ങൾ എന്താണ്? 1 മണിക്കൂറിലധികം വേണ്ടി വന്നു ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ വേണ്ടി. കാരണം ഇത് വലിയ തെങ്ങാണ്. വലിയ തെങ്ങ് ഉരുണ്ട് വീണത് നമ്മുടെ റെയിൽവേയുടെ വൈദ്യുതി ലൈനിലേക്കാണ്. അതുകൊണ്ട് അമ്പലപ്പുഴ മുതൽ ചേർത്തല വരെയുള്ള ഭാഗത്തെ വൈദ്യുതി ഓഫാക്കിയതിന് ശേഷമാണ് ഈ അറ്റകുറ്റപ്പണികൾ നടത്തിയത്. ഈ മരം വേഗത്തിൽ ഒരു അരമണിക്കൂർ കൊണ്ട് മുറിച്ചു മാറ്റി. പക്ഷേ ഈ വൈദ്യുതി ലൈൻ സ്ഥാപിക്കാൻ കുറച്ചധികം സമയമെടുത്തു. 1.5 മണിക്കൂറോളം വേണ്ടി വന്നു ഇത് മുഴുവൻ കേടുപാടുകൾ പരിഹരിക്കാനും. ആ സമയത്ത് ജനശതാബ്ദി കണ്ണൂരിലേക്കുള്ള വടക്കോട്ട് പോകുന്ന ജനശതാബ്ദി ആലപ്പുഴയിലും ഒപ്പം തന്നെ തെക്കോട്ട് വന്നിരുന്ന ആലപ്പുഴ ഭാഗത്തേക്ക് വന്നിരുന്ന പാസഞ്ചർ അടക്കമുള്ള ട്രെയിനുകൾ ചേർത്തല ഭാഗത്തും പിടിച്ചിട്ടിരുന്നു. 8:30യോടുകൂടി തകരാർ പരിഹരിച്ചു. ഇതിനുശേഷമാണ് ജനശതാബ്ദി ഓടിത്തുടങ്ങിയത്. ജനശതാബ്ദി വൈകിയതുകൊണ്ട് തന്നെ പുറകെ വന്ന ട്രെയിനുകൾ പാസഞ്ചർ അടക്കമുള്ള എറണാകുളം പാസഞ്ചർ അടക്കമുള്ള ട്രെയിനുകൾ അരമണിക്കൂറിലധികം വൈകിയിരുന്നു. ഇതൊരു ഇത്തരത്തിൽ അതിശക്തമായ കാറ്റടിക്കുമ്പോൾ തീരദേശ പാതയിലാണെങ്കിലും ഒപ്പം തന്നെ ആലപ്പുഴ ജില്ലയിലെ അപ്പുറത്തൂടെ കോട്ടയം വഴി പോകുന്ന റെയിൽപാതയിലാണെങ്കിലും പതിവായി മരം മറിഞ്ഞു വീഴാറുണ്ട്. റെയിൽവേക്ക് വലിയ നഷ്ടമാണ് ഇതുണ്ടാക്കുന്നത്. സമയനഷ്ടത്തിനൊപ്പം ധനനഷ്ടവും ഉണ്ടാക്കാറുണ്ട്. പലതവണ റെയിൽവേ നോട്ടീസ് നൽകിയിട്ടും ഉടമസ്ഥർ ഇത് മുറിച്ചു മാറ്റുന്നില്ല എന്നുള്ളൊരു പരാതി റെയിൽവേക്കുണ്ട്. ഇത്തരക്കാർക്കെതിരെ അതികർശനമായ നടപടിയെടുക്കാൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. മറ്റൊരു കാര്യം കുട്ടനാടിനെ സംബന്ധിച്ചാണ്. ഇപ്പോൾ മഴ മാറി നിൽക്കുന്നുണ്ടെങ്കിലും ഒരു പെട്ടെന്ന് മഴ വന്ന് അതിശക്തമായി പെയ്തു പോകുന്നൊരു സ്ഥിതിവിശേഷമാണുള്ളത്. അതിശക്തമായ കാറ്റുമുണ്ട്. ഇന്നലെ എടത്തുവ ഭാഗത്തൊക്കെ മരം കടപുഴകി വീണ് വൈദ്യുതി പോസ്റ്റുകളൊക്കെ ഒടിയുകയൊക്കെ ചെയ്തിരുന്നു. കുട്ടനാട്ടിൽ ജലനിരപ്പ് വളരെ സാവധാനം ഉയരുന്നുണ്ട്. അതായത് കിഴക്കൻ വെള്ളവും മഴയും കൂടി വന്നപ്പോഴത്തേക്ക് കുട്ടനാട്ടിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു വാർത്ത ഇതുവരെയും അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. ഇപ്പോൾ അപകടകരമായ സ്ഥിതിയിലേക്ക് ഉയരുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു അപകടകരമായ നിലയിലേക്ക് വേഗത്തിൽ ഉയരുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. വെള്ളപ്പൊക്കം സാവധാനം വെള്ളം ഒരു നില ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കിഴക്കൻ വെള്ളം അതിശക്തമായി വരുന്നില്ല, എന്നാലും വരുന്നുണ്ട്. കാരണം ഹരിപ്പാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ അച്ചൻകോവിലാറിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. അച്ചൻകോവിലാർ ആ ഭാഗത്തൊക്കെ കര കവിഞ്ഞിട്ടുണ്ട്. പള്ളിപ്പാട്, ചെന്നിത്തല തുടങ്ങിയ സ്ഥലങ്ങളിൽ അച്ചൻകോവിലാർ കര കവിഞ്ഞിട്ടുണ്ട്. എടത്വ പോലെയുള്ള സ്ഥലങ്ങളിൽ പമ്പയാറ് കര കവിഞ്ഞിട്ടുണ്ട്. അതൊന്നും ആളുകൾ ചില വീടുകളിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. എന്നാലൊരു വലിയ രീതിയിലുള്ളൊരു പ്രദേശത്തെ ആകെ മുക്കുന്ന രീതിയിലേക്കുള്ളൊരു വെള്ളപ്പൊക്കമായിട്ട് മാറ്റിയിട്ടില്ല. കിഴക്കൻ വെള്ളം ഈ നിലയിൽ വരികയും മഴ കഴിഞ്ഞ ദിവസമൊക്കെ പെയ്തതുപോലെ അതിശക്തമായി പെയ്യുകയും ചെയ്താൽ കുട്ടനാട് സ്വാഭാവികമായി തന്നെ വെള്ളത്തിനടിയിലാകും.